വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു കേക്കാണിത്. നിങ്ങൾ കുൽഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 kg വെയിറ്റ് വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് ഈ പറയുന്നത്. 1.5 കപ്പ് മൈദ ഞാൻ ഒരു അരിപ്പയിലേക്ക് അളന്നിട്ട് എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു മിക്സ്ചർ നിങ്ങൾ 2-3 തവണ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റായിട്ടുള്ള കേക്കായിട്ട് കിട്ടും. അപ്പോൾ ഒരു തവണ അരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ അരിച്ചെടുക്കുക. അങ്ങനെ 2-3 തവണ ആയിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ മിക്സിയുടെ മീഡിയം ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 3 വലിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഒന്ന് ബീറ്റർ കൊണ്ട് അടിച്ചിട്ട് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം പതപ്പിച്ചെടുക്കാനായിട്ട്. പഞ്ചസാര മുഴുവനായിട്ടും ആദ്യം തന്നെ ഇടരുത്, കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാര പൊടിക്കാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട പതപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നിങ്ങൾക്ക് ബീറ്റർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കേക്കിൻ്റെ റെസിപ്പി കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ പതഞ്ഞ് നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എല്ലാ ഓയിലും പറ്റുമോ എന്നുള്ളത്. എല്ലാ ഓയിലും ഒന്നും ഉപയോഗിക്കരുത്. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കുക്കിംഗ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെയാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കട്ട് ആൻഡ് ഫോൾഡ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ പൊടി ഇതിലേക്ക് ഇപ്പോൾ ഇടുന്നുണ്ട്. അതിനുശേഷം ബീറ്ററിൽ സ്പീഡ് നമ്പർ 1 ഇടുക. അതായത് ഫസ്റ്റ് സ്പീഡില്ലേ, ആ ഒരു സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് മിക്സ് ചെയ്യുന്നത് വരെ മാത്രം നമ്മൾ ബീറ്റ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇരുന്ന് പോവും, ഹാർഡായി പോവും. നമ്മൾ മുട്ട പതപ്പിച്ചതൊക്കെ വേസ്റ്റ് ആയിപ്പോവും. അതുപോലെ തന്നെ ഒരുപാട് നേരം വിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് എയർ ബബിൾസ് ഒന്നും കയറ്റരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ഉള്ളിലൊക്കെ ഹോളുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് കുത്തനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്പീഡ് നമ്പർ 1 ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം ചെയ്യരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ പാത്രത്തിൻ്റെ സൈഡിലുള്ള ആ പോർഷനൊക്കെ അല്ലേ, അതും കൂടെ ഒന്ന് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് മിക്സ് ആവാതെ കിടക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. കേക്ക് ബേക്ക് ആക്കാനായിട്ട് ഞാൻ 8 ഇഞ്ച് വായവട്ടമുള്ള ഒരു അലൂമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ ബേക്കിംഗ് ടിൻ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാനും സുഖമായിരിക്കും. കേക്ക് അടിയിലൊന്നും പിടിക്കില്ല. ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഞാൻ ആ ബ്രഷ് കൊണ്ട് ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ പേപ്പർ പാത്രത്തിൻ്റെ അടിയിൽ പറ്റി നിൽക്കും. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ ഓവനിൽ ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഉപ്പിട്ടിട്ട് അതിൽ ഈ ഒരു ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ചിട്ടും ചെയ്യാം. ഈ റെസിപ്പീസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓവൻ ഇല്ലാത്തവർക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പുറത്ത് പോകാനായിട്ടാണ്. എൻ്റെ ഓവൺ ഞാൻ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 40 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. എൻ്റേത് LGയുടെ കൺവെക്ഷൻ ഓവനാണ്. ഇപ്പോൾ അതാ 40 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനൊരു സ്ക്യൂവർ ഇട്ട് കുത്തി നോക്കിയപ്പോൾ ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ അടുപ്പത്ത് 2 കപ്പ് പാല്
തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് 1/2 ലിറ്റർ പാലാണ്. ഈ പാല് നന്നായിട്ട് തിളച്ചിട്ട് പകുതിയായിട്ട് വരണം. അതായത് 1 കപ്പായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ആ കുൽഫിയുടെ മലായി റെഡിയാവുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ആ മലായി ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഒരു 3-4 നുള്ളു മതിയാവും, അത്രേ ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് നല്ല ഒരു കുൽഫി ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കുങ്കുമപ്പൂവ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്കിപ്പും ചെയ്യാം. നിങ്ങൾക്ക് കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ ഒരു സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദ ഒരു കപ്പിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മുടെ കുൽഫി മിൽക്കിലേക്ക് ഒഴിച്ചിട്ട് കുൽഫി മിക്സ്ചർ നമുക്ക് തിക്കാക്കിയിട്ട് എടുക്കണം. കാരണം നമ്മളത് കേക്കിൽ ഫില്ലിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചൊരു ക്രീമി ആയിട്ട് തിക്കായിട്ടുള്ള മിക്സ്ചറായിട്ടാണ് വേണ്ടത്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് കലക്കിയതിന് ശേഷം നമ്മുടെ കുൽഫി മിക്സ്ചറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിക്കാക്കിയിട്ട് എടുക്കുക. ഇത്രേ വരുന്നുള്ളൂ കുൽഫിയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മോൾഡിൽ ഒഴിച്ചിട്ട് സെറ്റാക്കി ഫ്രീസ് ചെയ്തിട്ട് കുൽഫി ആയിട്ടും കഴിക്കാം. അപ്പോൾ അതാ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ട്. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതിലേക്ക് ഞാൻ 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ആ ഒരു കുൽഫിയുടെ കളറില്ലേ, അത് കിട്ടാനായിട്ടാണ്. ഓവറായിട്ടൊന്നും വേണ്ട, ഒരു ലൈറ്റായിട്ടുള്ള ആ ഒരു യെല്ലോ കളർ കിട്ടിയാൽ മതി. ഒരു ബേജ് കളർ പോലെയുള്ള കളറാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കേക്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് ഇഷ്ടമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുൽഫി മിക്സ്ചർ ഇല്ലേ, അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ ഫില്ലിങ്ങിനുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള മിൽക്ക് ഉണ്ടാക്കാം. ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നുള്ളി ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്ര ഫൈനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു സാഫ്രോണും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ആ നല്ലൊരു കുൽഫി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സാഫ്രോൺ ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് തണുത്ത പാലാണ്, അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി എടുക്കരുത്, ആ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി, എന്നിട്ട് ബാക്കിയുള്ള കേക്കിനെ 4 ഈക്വൽ ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, മുന്നേ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. കേക്ക് ഐസിങ് ചെയ്യുന്ന ബോർഡിൻ്റെ മേലെ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ്ചറില്ലേ, ആ പാലിൻ്റെ മിക്സ്ചറിൽ ഈ ലെയർ നമുക്ക് സോക്ക് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാലിലുള്ള ആ ഒരു ഫ്ലേവർ നമ്മുടെ കേക്കിനകത്തേക്ക് നന്നായിട്ട് കിട്ടും. ഇതിന് ശേഷം നമ്മൾ നേരത്തെ കുൽഫി മിക്സ്ചർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമില്ലേ, ഫില്ലിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്, അതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ മേലെ തേച്ച് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുൽഫി മിക്സ്ചറിൽ 1 സ്പൂണ് കുൽഫി മിക്സ്ചർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് തേച്ച് കൊടുക്കാം. അത് നന്നായിട്ട് തണുത്തിട്ടാണ് ഉള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇത് നമുക്കൊന്ന് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ല ഒരു കുൽഫി ഫ്ലേവർ തന്നെ നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടും.
ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലെയറൊക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ അടുത്ത ലെയർ കേക്ക് വെക്കുന്നുണ്ട്. അതും ആ ഒരു മിൽക്കിൽ സോക്ക് ചെയ്യുക. അതിനുശേഷം ഫില്ലിംഗ് ആയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു സ്പൂണ് കുൽഫി മിക്സ്ചർ അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വയ്ക്കുക. അങ്ങനെ നമുക്ക് മൊത്തം ലെയർ ഇതുപോലെ ഐസിങ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഏറ്റവും മുകളിലായിട്ട് കേക്കിൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ലെയറാണ് വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ തല തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലാറ്റായിട്ടുള്ള സർഫേസ് കിട്ടും കേക്കിൻ്റെ മുകൾ ഭാഗത്ത്. ഈ ഒരു ലെയറും ഞാൻ ആ ഒരു കുൽഫി ഫ്ലേവർ ആയിട്ടുള്ള പാലിൽ ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ സൈഡിലുള്ള ക്രീമില്ലേ അതൊന്ന് ലെവൽ ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് നട്ട്സ് ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ലെവൽ ചെയ്യാതെ നമ്മൾ ബാക്കിയുള്ള ക്രീം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഇല്ലേ, ഫസ്റ്റിൽ നമ്മൾ കളർ ഇട്ടിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം, ആ ഒരു വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കേക്ക് ക്രം കോട്ട് ചെയ്യാണ്. അതായത് കേക്കിൻ്റെ മേലെ ഒരു ഫസ്റ്റ് തിന്നായിട്ടുള്ള ലെയർ ഐസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്കിനെ ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. അതിനുശേഷമാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു കോംബ് എടുത്തിട്ടുണ്ട്. സിഗ്സാഗ് കോംബാണ്. അത് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ സൈഡിലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. പക്ഷേ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതേ കോംബ് ഉപയോഗിച്ചിട്ട് തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ ഇതുപോലെയുള്ള ഒരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച ആ യെല്ലോ ഫുഡ് കളറില്ലേ അത് 2-3 ഡ്രോപ്പ് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ളത് വലിയ ഫ്ലവർ നോസിലാണ്. ഇനി നമുക്ക് കുറച്ച് ഡിസൈന് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കളർ ഉറ്റിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ഉള്ള ഫ്ലവേഴ്സ് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കേക്കിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ടിലായിട്ട് ഞാൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് പിസ്ത നുറുക്കിയതും ബദാം നുറുക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ അടിഭാഗത്തായിട്ടും കുറച്ച് നട്ട്സ് ഇതുപോലെ നുറുക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ നല്ല എലഗൻറ്റ് ലുക്കാണ് കേക്കിന് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അക്കാര്യം ആരും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.